ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. We are going to record this and we are going to publish this on YouTube. Are you okay with that? Okay. All right. What is that one thing that you would like to achieve by the end of this 15 minutes talk? 15 മിനിറ്റ് നമ്മൾ സംസാരിക്കണം. ചിലപ്പോൾ 15 മിനിറ്റിന് മേലെ വരാം. അപ്പോൾ ഈ ഒരു 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് എന്താ നേടേണ്ടത് ഈ ഒരു കൺവെർസേഷനിൽ ഒന്ന് കൃത്യമായിട്ട് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടും പറയാൻ പറ്റും. എൻ്റെത് ധാരാളം വർക്കുകളും ടാസ്കുകളും ഉണ്ടാവും. അപ്പോൾ ഈ ഡെയിലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഡെയിലി ഗോൾസ് ഉണ്ടാവുമല്ലോ. ഡെയിലി ഗോൾസ് നമ്മളെങ്ങനെ എല്ലാ ദിവസവും കൃത്യമായിട്ട് മാനേജ് ചെയ്യണം. അതൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് കഴിയാതെ പോകുന്നുണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും വഴികളുണ്ടോ? ഏകദേശം ഒരു 10-15 ടാസ്കുകൾ ഉണ്ടാവും. അപ്പോൾ അതെല്ലാ ദിവസവും ചിലപ്പോൾ വേറെ സംഗതികളായിരിക്കും. ചിലപ്പോൾ ട്രാവൽ ചെയ്യാനാവും. ചിലപ്പോൾ അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ഫുൾഫിൽ ആവാത്ത കാര്യങ്ങളുണ്ടാവും. അപ്പൊ ഇതെങ്ങനെ മാനേജ് ചെയ്യാം? ഇത് അതിൽ കൺഫ്യൂഷൻ ഉണ്ട് ആണ് ചോദിക്കാൻ ആഗ്രഹിച്ചത്. ഓക്കെ. അപ്പം ഇത് പുതിയ ടാസ്കുകളാണോ എപ്പോഴും വരുന്നത് നിങ്ങൾക്ക്? പുതിയ ടാസ്കുകളുണ്ട്, അതുപോലെ ഓഫീസിലുള്ള ടാസ്കുകൾ ഉണ്ടാവും. ഓക്കെ. എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് എവിടെയാണ് ബുദ്ധിമുട്ടുള്ളത്? ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാത്തതിനാണോ ബുദ്ധിമുട്ട്? എവിടെയാണ് ബുദ്ധിമുട്ട്? എന്താണ് നിങ്ങളുടെ പ്ലാൻ ചെയ്യുന്നിടത്താണ് ചലഞ്ച് ഉള്ളത്. ഓക്കെ. പ്ലാൻ ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു ദിവസം ശരിക്കും പ്ലാൻ ചെയ്ത് നടന്നിട്ടുണ്ടോ? നടന്നിട്ടുണ്ട്. ഓക്കെ. അന്ന് എന്തൊക്കെയാണ് ചെയ്തത്? എങ്ങനെയാണ് പ്ലാനിങ്? ആ പ്ലാനിങ് എന്തുകൊണ്ടാണ് നടന്നത്? ആ പ്ലാനിങ് ചെയ്തത് മോർണിംഗിൽ എണീറ്റ് അത് എഴുതി വെച്ചു. അത് ഓരോന്ന് ഫോണിലാണ് എഴുതി വെച്ചത്. അങ്ങനെ ഓരോന്ന് കംപ്ലീറ്റ് ആയപ്പോൾ ടിക്കറ്റ് പോയി. അന്ന് അത് കറക്റ്റ് ആയിട്ട് തീർന്നു. അന്ന് തീർന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒഫീഷ്യൽ ആണോ അല്ലെങ്കിൽ പേഴ്സണൽ ആണോ? പേഴ്സണൽ ഉണ്ട്, ഓഫീസ്. ഇപ്പൊ നമ്മള് പേഴ്സണലായിട്ട് ഇപ്പൊ ഒരു പുസ്തകം വായിക്കണം, ഒരു ദിവസം ഇത്ര പേജെങ്കിലും വായിക്കണം, അല്ലെങ്കിൽ നമ്മുടെ റിലീജിയസ് ആയ കാര്യങ്ങൾ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഓഫീസിൽ പോകണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഓഫീസിൽ തന്നെ വിവിധ കാര്യങ്ങൾ ഇപ്പോ ചെറിയ ഞാൻ ഒരു ഡയറക്ടറാണ് സ്ഥാപനത്തിന്റെ. അപ്പൊ അതിന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരും. അപ്പൊ അത് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, പുതിയ കാര്യങ്ങൾ കയറി വരും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതിലുണ്ട്. ഓക്കെ. രാവിലെ നിങ്ങൾ എപ്പോഴാണ് ഈ ഗോൾസ് ഒക്കെ എഴുതി വെക്കില്ല? ഇപ്പം ഫോർ എക്സാമ്പിൾ നാളെ നിങ്ങൾക്ക് ഓഫീസാണെന്ന് വിചാരിക്കാം. ഓക്കെ. നാളെ ആണെങ്കിൽ എത്ര മണിക്ക് നിങ്ങൾ സാധാരണ ഓഫീസിൽ പോലെ? രാവിലെ ഒരു 9 മണി 9:30 മണിക്ക് നിങ്ങൾ പോകും. അപ്പോൾ 9 മണിന്റെ മുമ്പിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ വീട്ടിലുള്ള കാര്യങ്ങളും ചെയ്യാണ്ടല്ലേ? നിങ്ങൾ പറഞ്ഞ ഹെൽത്തിന്റെ കാര്യങ്ങൾ, ചിലപ്പോൾ ബുക്ക് വായന ഉണ്ടാവും, റിലീജിയസ് ആയിട്ട് നിങ്ങൾ പറഞ്ഞ അല്ലേ, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അത് രാവിലെ അതിന് ശേഷമാണ് 9 മണിയാകുമ്പോൾ നിങ്ങൾ ഓഫീസിൽ പോകുന്നത്, ശരിയല്ലേ? അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ എവിടെ എഴുതി വെക്കാറുണ്ടോ? എങ്ങനെ? നോട്ടിൽ എഴുതി വെക്കാറില്ല, ഫോണിൽ എഴുതി വെക്കും. ഫോണിൽ എവിടെയെങ്കിലും എഴുതി വെച്ചാൽ മതി. നമ്മള് നമുക്ക് സ്ഥിരമായി ചെയ്യേണ്ട പണികൾ ഉണ്ടാവുമല്ലോ, സ്ഥിരമായി ചെയ്യേണ്ട കാര്യങ്ങള്. അത് നമുക്ക് ഫോണിൽ എഴുതി വെച്ചാൽ എങ്ങനെ, നമ്മള് ടിക്കറ്റ് പോകുമ്പോൾ ഓൾറെഡി ക്ലോസ് ആയിട്ട് പോകും. എന്നാൽ നമ്മള് പുസ്തകത്തിൽ എഴുതി വെക്കുകയാണെങ്കിൽ ഈ പുസ്തകം ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല, നമ്മൾ വേറെ സ്ഥലത്തായിരിക്കും. ഒക്കെ അങ്ങനെ ഉണ്ട്. നിങ്ങൾക്ക് എവിടെയും ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇത് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഹാർഡ് കോപ്പി യൂസ് ചെയ്യാം, സോഫ്റ്റ് കോപ്പി യൂസ് ചെയ്യാം, എവിടെയും നിങ്ങൾക്ക് എന്താണ് സൗകര്യം ഉള്ളത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ. ടച്ച് പാഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യാം, എല്ലാം ചെയ്യാം. ബുക്കിൽ എഴുതണം എന്നില്ല, നിർബന്ധമൊന്നുമില്ല. ഓക്കെ. ഞാൻ പഴയ ആൾക്കാർ ബുക്കിൽ എഴുതുന്നു മാത്രം. ഞാനൊക്കെ ബുക്കിന്റെ ആളാണ്. പക്ഷെ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ അടുത്ത് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ലാപ്ടോപ്പ് അല്ല, ഇത് ഐപാഡോ വോട്ടെവർ ഇറ്റ് ഈസ് നിങ്ങളുടെ അടുത്തുണ്ട്, അത് യൂസ് ചെയ്യാം, അത് സ്ട്രൈക്ക് ചെയ്യാം. ഏറ്റവും നല്ലത് ഇനി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ, ടൈപ്പ് അല്ല, ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ, അത് കമ്പ്യൂട്ടർ വൈസ് ആണെങ്കിലും നിങ്ങൾ ഹാർഡ് കോപ്പി ആണെങ്കിലും, നിങ്ങൾ ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം കൊണ്ടുണ്ട്. എഴുതുമ്പോൾ ഒന്നില്ലെങ്കിൽ ബ്ലാക്ക് ഇങ്ക് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ബ്ലൂ ഇങ്ക് യൂസ് ചെയ്യുക.
ഓരോന്നും ചെയ്യുമ്പോൾ ടിക്ക് മാർക്ക് എല്ലാം ഇടല് കട്ട് ചെയ്ത് ഒഴിവാക്കുക ചെയ്യേണ്ടത്. സ്ട്രൈക്ക് ചെയ്യാതെ അത് ചെയ്യുമ്പോൾ റെഡ് ഇങ്ക് കൊണ്ട് ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾ ഇത് നോക്കുമ്പോൾ ഇത് നോട്ട് പാഡ് നോക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നോട്ട്ബുക്ക് നോക്കുമ്പോൾ അതിൽ വെറും ചുവന്ന വരകൾ മാത്രമേ പാടുള്ളൂ. ഓക്കെ ഓക്കെ അപ്പോൾ അത് ഒരു സ്റ്റിമുലേഷൻ ആണ് മനസ്സിന്. ഓക്കെ, ഞാൻ ചെയ്തല്ലോ എന്നുള്ള സന്തോഷം. ഓക്കെ ഓക്കെ ഒന്നുമില്ല, അവിടെയൊക്കെ ഞാൻ ചെയ്തു, ബാക്കി എന്തൊക്കെയാണ് ഉള്ളത് അത് ക്യാരി ഫോർവേഡ് ചെയ്യാം നെക്സ്റ്റ് ഡേക്ക് വേണ്ടിയിട്ട്. ചില ദിവസങ്ങൾക്ക് ഇപ്പം നമുക്ക് ചില കാര്യങ്ങൾ പിന്നെ ചെയ്യാൻ കഴിയില്ല, കാരണം നമ്മളെ പ്രയോറിറ്റി വേറെ ആയിരിക്കും. അപ്പോഴാണ് ഇത് മുടങ്ങി പോണത്. അപ്പോൾ ഇത് താളം തെറ്റാണ്. അത് ആർക്കും താളം തെറ്റ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ താളം തെറ്റ്. ഇതെന്താ പ്രശ്നം വരുന്നത് വെച്ചാൽ നിങ്ങൾ എഴുതുന്ന ഒരു ദിവസം എത്ര കാര്യങ്ങൾ ഉണ്ടാവും ചെയ്യാൻ? ഒരു 10 to 15. 10 to 15 ചെയ്യാൻ പറ്റില്ല ആർക്കും, ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റില്ല. അതെ അതെ, ചെറിയ ചെറിയ കാര്യങ്ങൾ നടക്കണ്ടാവും. അപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടത് ഓരോ കാര്യങ്ങൾ എഴുതുമ്പം ABC ഇന്ന് ചെയ്യാനുള്ള 3 കാര്യങ്ങൾ പറഞ്ഞുതരാമോ? കോൺഫിഡൻഷ്യൽ അല്ലെങ്കിൽ. ഓക്കെ, ഒന്ന് ബാങ്കിൽ പോകണം. വെരി ഗുഡ്. അത് നിങ്ങളല്ലേ പോണത്? ഞാനാ പോകുന്നത്. ഓക്കെ, രണ്ടാമത് പറയും. രണ്ടാമത് വീട്ടിൽ പെരുന്നാക്കുള്ള കുറച്ച് ഒരുക്കങ്ങളുണ്ട്, അത് ചെയ്യണം. ഓക്കെ, നമ്പർ 3. പിന്നെ വേറൊന്ന് നമ്മളെ ഒരു യാത്ര പോകാനുണ്ട് ഉച്ചയ്ക്ക് ശേഷം യാത്ര പോകണ്ട. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൽ വരാം. ഓക്കെ, നിങ്ങൾ ബാങ്കിൽ പോകണമെന്ന് പറഞ്ഞാൽ ആ ബാങ്കിൽ നിങ്ങൾ തന്നെ പോകണോ അല്ലെങ്കിൽ വേറെ ആരെല്ലാം ഏൽപ്പിക്കാൻ പറ്റുമോ? ഞാൻ തന്നെ പോകണം. മനസ്സിലായില്ലേ? അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തെ നോക്കുക, ഷോപ്പിംഗ്. നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, നിങ്ങളുടെ വൈഫിനോ എല്ലാവർക്കും കൂടെ പോയിട്ട് വൈഫിനോട് പറയാൻ പറ്റും ഇന്ന് അർജന്റായിട്ട് മീറ്റിംഗ് ഉണ്ട്, നീ പോയി ഷോപ്പ് ചെയ്തോളൂ എന്ന് പറയാൻ പറ്റുമോ? അത് പറയാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ലിസ്റ്റിന് പോകുന്നില്ലേ? ഇപ്പൊ 3 ഇല്ലേ? അതെ അതെ. മൂന്നാമത്തെ കാര്യം നോക്കുക, അതെന്തായിരുന്നു പറഞ്ഞത്? യാത്ര ചെയ്യാണ്ടെന്ന് പറഞ്ഞു. യാത്രയുണ്ട്. അത് മീറ്റിംഗ് ആണോ അല്ലെങ്കിൽ കുടുംബത്തിനൊപ്പമാണോ, എങ്ങനെയാണോ? മീറ്റിംഗ് ആണ്. ആ മീറ്റിംഗ് നിങ്ങൾ തന്നെ പോകണമെന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും ടീം മാനേജേഴ്സ് ആരെങ്കിലും ഉണ്ടോ, ടീം ലീഡേഴ്സ് വേറെ ആരെങ്കിലും ഉണ്ടോ? അല്ല, ഞാൻ തന്നെ പോകേണ്ടി വരും. ഓക്കെ, അതെന്തിനാ പോകാനുള്ള കാരണം? അത് പിന്നെ അദ്ദേഹത്തെ കാണേണ്ടതുണ്ട്, നമ്മൾ നേരിട്ട് ഡയറക്റ്റ് മീറ്റ് ചെയ്യണം. ഡയറക്റ്റായിട്ട് മീറ്റ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് വേറെ ടീം ലീഡേഴ്സ് ഉണ്ടോ? എന്റെ കൂടെ എന്റെ സ്റ്റാഫ് ഉണ്ട്, പക്ഷെ അവർ പോയിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ചില കാര്യങ്ങൾക്ക് നമ്മളെ സ്റ്റാഫിനെ ഡെവലപ്പ് ചെയ്തിടണം. സ്റ്റാഫിനെ ഡെവലപ്പ് ചെയ്തിടണം. എല്ലാ സ്ഥലത്തും എല്ലാ മീറ്റിംഗ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ, മീറ്റിങ്ങിനൊക്കെ പോകണം നല്ലതിനെ, ഡിസിഷൻ മേക്കേഴ്സ് എന്ന നിലയിൽ നിങ്ങൾ മീറ്റിങ്ങിനൊക്കെ പോകണമൊക്കെ നല്ലതിനെ. പക്ഷേ എല്ലാ മീറ്റിംഗ് ചിലപ്പോൾ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്ന് വരും. ചിലപ്പോൾ 2 മീറ്റിംഗ് ഒരേ ടൈമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. ചിലപ്പോൾ യാത്രേൻ്റെ ഒരു സ്ഥലത്ത് നടക്കുന്നത്, നിങ്ങൾ ഇന്ത്യയിലാണോ പുറത്താണോ? ഇന്ത്യയിൽ. ഓക്കെ, ലെറ്റ്സ് സേ ഒരു മീറ്റിംഗ് നടക്കുന്നത് കാലിക്കറ്റ് ആണ്, മറ്റേ മീറ്റിംഗ് നിങ്ങൾക്ക് നടക്കുന്നത് മലപ്പുറത്താണെന്ന് വിചാരിക്കാം. ചിലപ്പോൾ യാത്ര ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ടയേർഡ് ആയിരിക്കും. അപ്പം പക്ഷേ നിങ്ങൾ മീറ്റ് ചെയ്യണ ക്ലയൻറ്റ് ആ ഒരു ദിവസം, രണ്ടാളോ ആ ഒരു ദിവസം മാത്രം അവൈലബിൾ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒന്നായിരിക്കും എടുക്കുന്നുണ്ടാവുക. ഐ എം റൈറ്റ്? പക്ഷേ നിങ്ങൾ മറ്റേ ക്ലയൻറ്റിനെ കളയാനും പറ്റില്ല, അല്ലേ? അപ്പോൾ ആ ഒരു സാഹചര്യം ആലോചിക്കുക. അല്ലെങ്കിൽ വിചാരിക്കുക, പെട്ടെന്ന് നിങ്ങൾക്ക് പനി പിടിച്ചെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് രണ്ടും പോകാൻ പറ്റില്ല, അല്ലേ? നിങ്ങൾ 2 കസ്റ്റമേഴ്സും ക്ലയൻസും നിങ്ങൾക്ക് മിസ്സാകാൻ പോണ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ശരിയല്ലേ? അപ്പോൾ ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്തെടുക്കണ്ടേ? ഞാൻ പറഞ്ഞ ടീം ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ. അത് കൂടാതെ ഞാൻ പറഞ്ഞത് ചില സെക്കൻഡ് ലെവൽ ലീഡറിനെ ഡെവലപ്പ് ചെയ്തെടുക്കണ്ടേ? അസിസ്റ്റന്റ് എന്നല്ല പറയില്ല, അവർ ലീഡർ തന്നെ പറയണം. അസിസ്റ്റന്റ് അവരും ലീഡറാണ്. അതായത് അവർ ലീഡ് ചെയ്യാൻ പറ്റണം. അല്ലാത്ത പക്ഷെ നിങ്ങൾ എന്ത് ഇൻഡസ്ട്രിയാന്ന് പറയാൻ പറ്റുമോ? വിരോധമില്ല. എഡ്യൂക്കേഷൻ. ഇപ്പൊ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, നിങ്ങളാണോ ഇപ്പൊ കംപ്ലീറ്റ് നോക്കി നടത്തുന്നത്? ഇപ്പൊ അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ് ഉള്ളത്. നമ്മൾ അതിനൊരു ടീമുണ്ട്, ഒരു 3-4 പേരുള്ള ടീമുണ്ട്. ഓക്കെ, ലെറ്റ്സ് സേ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് എന്തോ പറ്റി, നിങ്ങൾ നിൽക്കണമെന്ന് നിങ്ങൾ എഡ്യൂക്കേഷൻ ബിസിനസ് നിൽക്കും, ഇല്ല മുന്നോട്ട് പോകും. അത് അപ്പൊ വിഷനുള്ള ആൾക്കാരുണ്ടോ അതിൽ? ട്രസ്റ്റ് നടത്തുന്നതാണ്, മുന്നോട്ട് പോകും. അപ്പൊ അവർക്ക്, അപ്പോൾ ഞാൻ ചോദിക്കണത്, അവർക്ക് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ അതിൽ ട്രസ്റ്റിൽ എത്ര പേരുണ്ട്? ഒരു 10 പേരുണ്ടാവും. 10 പേര്. അപ്പോൾ ഞാൻ ചോദിക്കണേ, ഈ മീറ്റിംഗ് നിങ്ങൾ പോകുന്നതിന് പകരം ആ ട്രസ്റ്റിലെ വേറെ ആൾക്ക് പോയിക്കൂടാ നിൽക്കണേ? അത് പിന്നെ അതിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ പോവാന്നുള്ളത്. ഓക്കെ, വേറെ മീറ്റിംഗ്സ് ഒക്കെ വേറെ ആൾക്കാർ പോകണല്ലോ? പോവാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഡെയിലി ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇത്, ഞാൻ ഇപ്പോൾ നിങ്ങൾ 4-5 ചോദ്യം അങ്ങോട്ട് ഇങ്ങോട്ട് ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്തു നിങ്ങളെ, അല്ലേ? അതേപോലെ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ 10-15 നിങ്ങൾ പറഞ്ഞു 15 ഉണ്ടെന്ന് പറഞ്ഞു, ആ 15 എഴുതിക്കോളൂ, കുഴപ്പമൊന്നുമില്ല.
എന്നിട്ട് ഓരോന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാം, അനലൈസ് ചെയ്യാം. ഇത് ഞാൻ വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? ഓക്കെ ഓക്കെ, എൻ്റെ വൈഫിന് ചെയ്യാൻ പറ്റും, വൈഫിന് കൊടുക്കുക. ആ റെസ്പോൺസിബിലിറ്റി വൈഫിന് കൊടുക്കുക. രണ്ടാമത്തെ വന്നിട്ട് ചോദിക്കുക, ഇത് ആർക്കാ ചെയ്യാൻ പറ്റുക? എൻ്റെ ഡ്രൈവറിന് പോയാൽ മതി, ഡ്രൈവർ ഈ ഒരു എൻവലപ്പ് ഹാൻഡ് ഓവർ ചെയ്താൽ ഇത് ശരിയാവും. ഓക്കെ, മൂന്നാമത്തെ ഒരു മീറ്റിംഗ് ഉണ്ട്. ഓക്കെ, അത് ഞാൻ പോകണമെന്നില്ല, എൻ്റെ സെക്കൻഡ് ലെവൽ ലീഡർ ഉണ്ട്, ആ വ്യക്തി പോയാൽ മതി. ലാസ്റ്റിൽ ഫൈനൽ ഡിസിഷൻ വരുന്ന ദിവസം ഞാൻ പോയാൽ മതി. അങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞത് 3 കീ ഏരിയാസ് നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. 3 മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ആ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്യുമ്പം അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാവണം. അല്ലാതെ എന്താ പറ്റുകയെന്ന് വെച്ചാൽ, രാവിലെ പല്ല് വെച്ചു, കുളിച്ചു, ഓഫീസിൽ പോയി തിരിച്ചു വന്ന് കിടന്നു ഉറങ്ങിയെന്ന ഒരു ഇത് സിസ്റ്റം ഉണ്ടല്ലോ. ആ സിസ്റ്റം ഇങ്ങനെ നമ്മൾ ട്രെഡ്മില്ലിൽ പോകണമല്ലേ, നമ്മൾ ഓടുണ്ടാവും, പക്ഷെ അതേ സ്ഥലത്ത് വെച്ചിട്ടാണ് ഓടുന്നത്. ഓക്കെ, അത് നടന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു ലീഡറിൽ നിന്നുള്ള വിളിക്കാൻ പറ്റില്ല. നിങ്ങളൊരു വർക്കറിനെ വിളിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ജോലിയുണ്ട്, പക്ഷെ നിങ്ങൾ ലീഡ് ചെയ്യില്ല. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ നിങ്ങൾ നാളെ മുതൽ എന്താ ചെയ്യുക? നാളെ മുതൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. എന്തൊക്കെയാണ് ഒരു 3 കാര്യങ്ങൾ പറഞ്ഞു തരുമോ? എവിടെയാണോ നിങ്ങളുടെ കൂടുതൽ വരാൻ പാടില്ല, നമ്പർ ഓഫ് അക്കൗണ്ട്സ് നിങ്ങളുടെ ഡയറിയിൽ, ഇപ്പം നിങ്ങൾ ഡയറിയിലോ നോട്ട് പാഡിലോ നോട്ട്ബുക്കിലോ എവിടെ എഴുതുകയാണെങ്കിലും മനസ്സിലാക്കുക, അത് ചെയ്യേണ്ട കാര്യങ്ങളല്ല എഴുതേണ്ടത്. ചെയ്യേണ്ട ടു ഡു ലിസ്റ്റ് അല്ല ചെയ്യേണ്ടത്. ഞാൻ എപ്പോഴും പറയലാണ്, ഡു ചെയ്യേണ്ടല്ല, ഇത് എങ്ങനെ ചെയ്ത് തീർക്കാന്നുള്ളതാണ്. ഓക്കെ, ഡൺ ലിസ്റ്റ് എന്നാ പറയാം, അല്ലെങ്കിൽ അതിന് അച്ചീവ്മെന്റ് ലിസ്റ്റ് എന്നാ പറയാം. ചെയ്യേണ്ട കാര്യങ്ങളല്ല, ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. എങ്ങനെ അത് ചെയ്തിട്ട് ഞാൻ അച്ചീവ് ചെയ്യേണ്ടതാണ്, അത് എങ്ങനെ ഞാൻ അച്ചീവ് ചെയ്യേണ്ടത്, എത്ര സമയമാകുമ്പോഴേക്കും അച്ചീവ് ചെയ്യണം, അതാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. ആ 15 കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ തൊഴിലാളിയായിട്ട് മാറണേ. മനസ്സിലായില്ലേ? നിങ്ങൾ ചിന്തിക്കാനുള്ള ടൈം നിങ്ങൾക്കില്ല. കാരണം നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വർക്കിംഗ് മാത്രമായിരിക്കും ഉണ്ടാവില്ല, നിങ്ങൾ ലീഡിങ് ഇല്ല. അവിടെ ലീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടത്, അതാണ് ലീഡർ. ഓക്കെ, അപ്പൊ എന്താ നിങ്ങൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ? നാളേക്ക് ചെയ്യേണ്ടതാണോ, അതല്ല ഞാൻ ഈ ഇതിൽ ചെയ്യേണ്ട മാറ്റങ്ങളാണോ? നിങ്ങൾ ഇനി ഇന്ന് മുതൽ വരുത്താൻ പോണ മാറ്റങ്ങൾ. അതിലൊന്ന് പിന്നെ ഇത് വർക്ക് ഡീസെൻട്രലൈസ് ചെയ്യും, ഓരോരുത്തർക്ക് കൊടുക്കും. അബ്സല്യൂട്ട്ലി ഡീസെൻട്രലൈസ് ചെയ്യാം. നമ്പർ 2 പ്രയോറിറ്റി ചെയ്യാം അല്ലേ? അബ്സല്യൂട്ട്ലി. ഏതാണ് അതിന് ഓരോന്ന് എഴുതുമ്പോൾ അതിന്റെ പ്രയോറിറ്റി നമ്പർ എഴുതാം, 0 to 10 എഴുതാം. ഓക്കെ, എന്നിട്ട് ഏതാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി അത് മാത്രമേ വർക്കൗട്ട് ചെയ്യാൻ പാടുള്ളൂ, ബാക്കിയൊന്നും വർക്കൗട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, 3 ടാസ്കുകളുടെ എണ്ണം കുറക്കുക. ടാസ്കുകളുടെ എണ്ണം കുറക്കണം. നിങ്ങൾ മറ്റൊരു എംപവർ ചെയ്യണം. അതെ. ടാസ്കുകളുടെ എണ്ണം കുറക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. ടാസ്കുകളുടെ എണ്ണം ചിലപ്പം എത്രയും വലിയ കമ്പനി ആകുമ്പോൾ ആ ടാസ്കിന്റെ എണ്ണം കൂടി വരും. പക്ഷെ അത് എംപവർ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ടീമിനെ എംപവർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറയും. അപ്പോൾ സൊല്യൂഷൻ എംപവർ ചെയ്യാന്നല്ല, മറ്റുള്ളവർക്ക് നിങ്ങൾ എന്താ ചെയ്യുന്നത് ആ ഒരു ഏരിയ വരെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അവർക്ക് ടൂള് കൊടുക്കുക, എന്നിട്ട് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക അതിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ യാത്രകൾ കുറക്കാം, ഒരുപാട് നിങ്ങൾക്ക്. എന്നിട്ട് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്താൽ മതി. ശരിയല്ലേ? കുറച്ച് ക്ലാരിറ്റി കിട്ടിയോ? കിട്ടി. ക്ലാരിറ്റി ആണ്. 0 to 10 ഹാപ്പിയാണോ? ഹാപ്പിയാണ്. All right, thank you. Let's move on to the next caller, please.